എല്ലാവർക്കും നമസ്കാരം. വീട്ടമ്മ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഏത്തക്കായ മോരുകറി. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഏത്തക്കായ, തേങ്ങ ചിരകിയത്, ഉലുവപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി, വറുത്തിടാനായിട്ട് വറ്റൽമുളക്, ഉലുവ, കടുക്, വേപ്പില, തൈര്, വെളിച്ചെണ്ണ, വേവിക്കാൻ വെള്ളം. ഏത്തക്കായ നമ്മളിവിടെ തൊലി കളഞ്ഞ് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഈ വലിപ്പം കഷ്ണം. കറി വയ്ക്കാൻ ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞ് കഴുകി വെച്ചിരിക്കുന്ന കായ കഷ്ണങ്ങൾ ഇടാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു സ്പൂൺ മുളക് പൊടി, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, കായ വേകുവാനുള്ള വെള്ളം ഇത്രയും ചേർത്ത് നമുക്ക് അടുപ്പ് കത്തിക്കാം. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അടുപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ ജീരകം, ചെറിയ ജീരകം, 5 അല്ലി വെളുത്തുള്ളി. നമുക്കത് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. തേങ്ങ നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് വെന്തോന്ന് നോക്കാം. നമ്മുടെ കായ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ചേർക്കാം. മിക്സിയിലുള്ള തേങ്ങ നമ്മളൊന്ന് അല്പം വെള്ളം ചേർത്തൊന്ന് കലക്കി ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 പച്ചമുളക് നീളത്തിൽ കീറിയിടാം. മൂന്ന് തണ്ട് കറിവേപ്പില ചേർക്കാം. നമുക്കിത് ഒന്നുകൂടി അടച്ച് വയ്ക്കാം. അരപ്പൊന്ന് തിളച്ച് പാകമാവാൻ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് ചേർക്കാം. ഇനി അതൊന്ന് ചൂടായി വന്നാൽ മതി, തിളക്കരുത്. നമ്മുടെ മോരുകറി പാകമായിട്ടുണ്ട്. കണ്ടോ, ഈ കയ്യിൽ നിന്ന്
ആവി വരുന്ന ഇതാണ് അതിൻ്റെ പാകം. തിളക്കണ്ട. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉലുവ പൊടിച്ചത്, അധികമാവണ്ട, കുറച്ച് ഉലുവാപ്പൊടി ചേർക്കണം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇതിലേക്കുള്ളത് വറുത്തിടാം. വറുത്തിടാൻ നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് കത്തിക്കാം. ചട്ടി ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ഉലുവ, ചെറിയ സ്പൂൺ ഉലുവ ഉണ്ടോ ഞാൻ ഇട്ടത്. കടുക്, വറ്റൽമുളക്, രണ്ട് കറിവേപ്പില. പിന്നെ സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ കറിയൊന്നും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള മറുപടി തരുന്നതാണ്. ഞാൻ ചെയ്തിട്ടുള്ള മറ്റുള്ള വീഡിയോകളും കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കണം. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.